മോളെ കാണാൻ ആരെങ്കിലും ഇവിടെ വന്നായിരുന്നോ? ഇല്ല. പിന്നെ എവിടുന്ന ഈ ഫ്രൂട്ട്സ് ഒക്കെ മോള് കഴിച്ചത്? അറിയില്ല. മാളു, 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 സത്യം പറ, ആരാ മോളെ കാണാൻ വന്നത്? ആരും വന്നില്ലെന്ന് പറഞ്ഞില്ലേ? മാള് കിടന്നോട്ടെ, അമ്മ വാ. ഗോകുലെ, ഇവിടെ ആരും വന്നിട്ടുണ്ട്, അത് ഉറപ്പാ. നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ അറിയാതെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ചിരിക്കും. അതിനുള്ള വഴി എനിക്കറിയാം. വീട്ടിൽ പുറത്തുനിന്ന് ആരോ വന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ, മാളൂന് ആരോ വന്ന് ഭക്ഷണവും മറ്റും കൊടുക്കുന്നുണ്ട്. ശരിയാണ് വക്കീലെ, പക്ഷെ എത്ര ചോദിച്ചിട്ടും ഒന്നും അറിയില്ലെന്ന മാള് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും ഗംഗയോ മഹിയോ തന്നെ ആയിരിക്കും. അത് തന്നെ ഞങ്ങൾക്കും തോന്നുന്നത്. പക്ഷെ അവരെപ്പോഴാ വരുന്നതെന്നും പോകുന്നതെന്നും ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇതൊരു നിസ്സാര കാര്യമാണ്. സത്യം പറഞ്ഞ അവരായിട്ട് നമുക്ക് അനുകൂലമായി ഒരുക്കി തരുന്ന തെളിവ്. വക്കീല് പറഞ്ഞാൽ മനസ്സിലായില്ല. ഗോകുലെ, മാളുവിനെ നഷ്ടപ്പെടുന്നത് ഗംഗയുടെ കയ്യിൽ നിന്നാണ്. ഗംഗ മാളുവിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിന് തെളിവുണ്ട്. അതിനുശേഷം നടന്നതിനൊന്നും തെളിവില്ല. അപ്പോൾ എല്ലാം ഗംഗയുടെ തലയിൽ ഈസി ആയിട്ട് കെട്ടിവെക്കാൻ സാധിക്കും. അന്ന് ഗുണ്ടകളെയോ മറ്റോ ഉപയോഗിച്ച് മാളുവിനെ ഗംഗ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അത് നടക്കാത്തതുകൊണ്ട് ഇപ്പൊ വീട്ടിലേക്ക് വരുന്നു എന്ന് വേണം തെളിയിക്കാൻ. പക്ഷേ അതെങ്ങനെ സാധിക്കും? അത് ഈസിയല്ലേ ഗോകുൽ? വീട്ടിലൊരു CCTV സ്ഥാപിക്കുക. അവര് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൃശ്യങ്ങൾ CCTVയിൽ കിട്ടുമല്ലോ. അത് വച്ച് നമുക്ക് കോടതിയിൽ പലതും തെളിയിക്കാൻ പറ്റും. അത് ശരിയാ. പക്ഷെ അവരാരായാലും മാളൂനെ സ്വാധീനിച്ച് അവർക്ക് അനുകൂലമാക്കുമെന്ന എന്റെ പേടി. മാളൂന് അവർക്കൊപ്പം നിൽക്കുന്നതാ താല്പര്യം. അത് നമുക്ക് തിരിച്ചടിയാവോ? അതെ, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് മാള് തിരിച്ചു പറഞ്ഞ് എന്ത് ചെയ്യും? അത് നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. തൽക്കാലം അവിടെ ആള് വരുന്നത് കോടതിയുടെ മുന്നിൽ തെളിയിക്കാനുള്ള വഴി ഉണ്ടാക്കാൻ നോക്ക്. അത് ഞാൻ ഏറ്റു. എല്ലാ കുറ്റവും ഗംഗയുടെ തലയിൽ തന്നെ കെട്ടിവെക്കണം. ഭർത്താവിന്റെ ആദ്യ പാറിലെ കുഞ്ഞിനെ സ്വത്തിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അങ്ങനെ വേണം ഗംഗ ശിക്ഷിക്കപ്പെടാൻ. എന്റെ അനുജത്തിയെ മറന്ന് ഗംഗയോടൊപ്പമുള്ള ജീവിതം ആഗ്രഹിച്ച മഹിക്ക് ആ ജീവിതം കിട്ടാൻ പാടില്ല. മാളു നഷ്ടപ്പെടുന്നതിനോടൊപ്പം അവന്റെ പുതിയ ഭാര്യയെയും സ്വപ്നം കണ്ട ജീവിതവും അവൻ നഷ്ടമാവണം. അതെ, എന്റെ കുഞ്ഞിനെ കൊന്ന അവന് ഇനി ഒരു ജീവിതം ഉണ്ടാകരുത്. ഒരു പക്ഷെ അവന്റെ ഈ കളിക്കൂട്ടുകാരിയോടൊപ്പം ജീവിക്കാനായിരിക്കും അവൻ എന്റെ ഗൗരിയെ കൊന്നത്. നിങ്ങൾ സമാധാനിക്ക്. വേണ്ടത് ഞാൻ ചെയ്തോളാം. ഗോകുൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഏർപ്പാട് എത്രയും പെട്ടെന്നുണ്ടാക്കണം. ശരി വക്കീലെ.